mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അങ്കമാലി നഗരസഭാ കാര്യാലയത്തിന്റെ അങ്കണത്തിലും ടൗൺ ജംഗ്ഷനിലും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പതാക ഉയർത്തി. ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ അഹിംസാ സിദ്ധാന്തത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തിന്റെ മഹത്വത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും നടത്തില്ലെന്ന് ഓരോ ഭാരതീയനും പ്രതിജ്ഞ ചെയ്യേണ്ട സമയമാണിതെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 77 വർഷം കഴിഞ്ഞിട്ടില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നാമെല്ലാം പാഠപുസ്തകങ്ങളിൽ പറഞ്ഞു വരുന്ന പോലെ ബ്രിട്ടീഷുകാർ ചർച്ചപ്പെടുത്തിയ ചർച്ചയായിരുന്നില്ല. സ്വന്തമായി ഒന്നും നിർമ്മിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യം. ആ രാജ്യത്തെ നമ്മുടെ പൂർവികന്മാർ 77 വർഷത്തെ ഭരണത്തിനുള്ളിൽ നിരന്തരമായ ആസൂത്രണത്തിലൂടെ എല്ലാ മേഖലയിലും വലിയ വളർച്ച നേടിയ ഒരു രാജ്യമായി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദേശീയ നേതാക്കന്മാരും ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോടാനുകൂടി ജനങ്ങളും ഇവിടെ നിലനിർത്തിയ സാഹോദര്യവും ഐക്യവും ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പുരോഗതി ലഭിക്കാൻ കഴിയുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വൈ. ഏലിയാസ്, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി എന്നിവർ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷ റാലി ഒഴിവാക്കിയിരുന്നു. വാർഡ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി.